അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഐഹികമായ ഈ ലോകത്ത് എല്ലാ ജീവികൾക്കും സർവ്വ വസ്തുക്കൾക്കും സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ച അവധിയുണ്ട്. ആ അവധി പൂർത്തിയാകുന്ന സമയത്ത് ഈ ലോകത്തു നിന്ന് എല്ലാ ജീവികളും വിട പറയുന്നു. ഇതിനപ്പുറം മറ്റൊരു ലോകത്ത് വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. പാരത്രികമായ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും അവിടെ വിചാരണയുണ്ടാകുമെന്നും പ്രതിഫലങ്ങൾ നൽകപ്പെടുകയും തിന്മ ചെയ്തവർക്ക് ശിക്ഷ നൽകപ്പെടുകയും ചെയ്യുന്ന വിധിനാൾ വരാനുണ്ട് എന്നും വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. ആ മഹ്ശറയിൽ ഈ ഭൂലോകത്തുള്ള സർവമാന ജീവികളെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ മനുഷ്യ ജിന്ന് വർഗങ്ങളല്ലാത്ത എല്ലാ ജീവികളോടും വിചാരണയ്ക്കു ശേഷം പറയപ്പെടുന്ന വാക്ക് കുനു തുറാബ, നിങ്ങളെല്ലാവരും മണ്ണായി കൊള്ളുക എന്നുള്ളതാണ്. എന്നാൽ അന്ന് മണ്ണായി കൊള്ളുക എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന ലഭിക്കാത്ത, മറിച്ച് സ്വർഗീയ പ്രവേശം ലഭിക്കുന്ന ഏതാനും ചില ജീവികളുണ്ട്. ആ ജീവികളെയാണ് ഇൻഷാ അള്ളാഹ് നാം പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഒട്ടകം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് 400 വെള്ളി ദിർഹം നൽകി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വാങ്ങിയ ഹസ്വാ എന്ന് പറയുന്ന ഒട്ടകം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒട്ടകത്തെ വാങ്ങുന്ന സമയത്ത് 4 വയസ്സായിരുന്നു ഒട്ടകത്തിന്റെ പ്രായം. 11 വർഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തന്നെ ആ ഒട്ടകം ഉണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം വളരെ ദുഃഖിതയായി കാണപ്പെടുകയും മറ്റാരിൽ നിന്നും വെള്ളമോ ഭക്ഷണമോ ഒന്നും സ്വീകരിക്കാതെ അവസാനം ആ ദുഃഖത്താൽ കണ്ണുനീരൊലിപ്പിച്ച് കരഞ്ഞു കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണത്തിന്റെ തുടക്കകാലത്തു തന്നെ മരണപ്പെട്ടു പോയ ഒട്ടകം. ആ ഒട്ടകം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒട്ടകമാണ്. ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ ഒട്ടകം സാക്ഷിയായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ, പലായനം പോകുമ്പോൾ കൂടെയുണ്ടായിരുന്നത് ഈ ഒട്ടകമാണ്. ഈ ഒട്ടകപ്പുറത്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചത്. മാത്രവുമല്ല, മദീനയിലെത്തിയപ്പോൾ ഓരോ സ്വഹാബികളും, മദീന നിവാസികൾ ഓരോരുത്തരും എൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ നോക്കിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒട്ടകത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക, നിങ്ങൾ അതിനെ വിട്ടേക്കുക. അതിൻ്റെ മൂക്ക് കയറ് പിടിച്ച് നിങ്ങൾ വലിക്കേണ്ടതില്ല, അതിനെ നിങ്ങൾ വിട്ടേക്കുക. ഫഇന്നഹാ മഅ്മൂറ, അത് കൽപ്പിക്കപ്പെട്ടവളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൽപ്പന നൽകിയിട്ടുണ്ട്. എവിടെ ഞാൻ ഇറങ്ങണം, എവിടെ ഒട്ടകം മുട്ടുകുത്തണം, ഇതെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന ആ ഒട്ടകത്തിന് ലഭിച്ചിട്ടുണ്ട്. അതടിസ്ഥാനത്തിൽ ഒട്ടകം പ്രവർത്തിച്ചുകൊള്ളും എന്നുള്ള അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൂടി നിന്ന ആളുകളോട് പറയുകയുണ്ടായി. ഒട്ടകം പിന്നീട് മുട്ടുകുത്തുന്നത് ഇന്ന് മദീന പള്ളി നിലനിൽക്കുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ ചരിത്രത്തിൽ മറ്റു 2 സന്ദർഭങ്ങളിൽ കൂടി ഈ ഒട്ടകം മുട്ടുകുത്തിയിട്ടുണ്ട്. അതിലൊന്ന് പരിശുദ്ധമായ സൂറത്തുൽ അൻആം 165 ആയത്തുകളുള്ള 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച സൂറത്തുൽ അൻആം. സൂറത്തുൽ അൻആം ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒട്ടകപ്പുറത്തായിരുന്നു. ആ വഹയിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ ഈ ഒട്ടകം അന്ന് മുട്ടുകുത്തിയിട്ടുണ്ട്. പിന്നീട് മറ്റൊരു സന്ദർഭം, ഈ ഒട്ടകം മുട്ടുകുത്തിയ മറ്റൊരു സന്ദർഭം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് പുറപ്പെടുകയാണ്. ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒട്ടകം മുട്ടുകുത്തി. സ്വഹാബികളിൽ പലരും ഒട്ടകത്തെ എഴുന്നേൽപ്പിക്കാൻ പരിശ്രമിച്ചുവെങ്കിലും ഒട്ടകം എഴുന്നേറ്റില്ല. ഈ സമയത്ത് സ്വഹാബികൾ പറഞ്ഞു, ഖസ്വാഇന് വാശി പിടികൂടിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് സ്വഹാബത്തിന്റെ വാക്കിനെ തിരുത്തി. ഖസ്വാഇന് വാശിയല്ല, മറിച്ച് അബ്രഹത്തിന്റെ ആനയെ മുട്ടുകുത്തിച്ച റബ്ബ് തന്നെയാണ് ഈ ഒട്ടകത്തെയും മുട്ടുകുത്തിച്ചത് എന്ന്. നമുക്കറിയാം, ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഇസ്ലാമിക വിജയത്തിനു തന്നെ നിദാനമായ
മക്കം ഫതഹിന് കാരണമായ ഹുദൈബിയ സന്ധി നടക്കുന്നത് അതേ പ്രദേശത്തു വെച്ചാണ്, അതേ സന്ദർഭത്തിലാണ്, അതേ സാഹചര്യത്തിലാണ്. ഇങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിച്ച മൃഗമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം. പാരത്രിക ലോകത്തും സ്വർഗീയ ലോകത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനമായി ഈ ഒട്ടകം മുത്തുനബിയുടെ കൂടെ ഉണ്ടാകും.